സ്നേഹിക്കും സ്നേഹം ജീവശക്തിയാം ക്രൂശിൻ സ്നേഹം ഉള്ളം കവരും സ്നേഹം ജീവശക്തിയാം ക്രൂശിൻ സ്നേഹം ഉള്ളം കവരും സ്നേഹം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 32-ാം സങ്കീർത്തനം 9-ാം വാക്യം. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകിയില്ല. പ്രബോധനത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും ആവശ്യകത വ്യക്തമാക്കുന്നതിന് കുതിരകളുടെയും കോവർ കഴുതുകളുടെയും വ്യക്തമായൊരു സാമ്യം ഈ വാക്യത്തിലൂടെ സങ്കീർത്തനക്കാരൻ ഉപയോഗിച്ചിരിക്കുന്നു. ധാരണയില്ലാത്ത മൃഗങ്ങളെ നിയന്ത്രിക്കുവാൻ ശാരീരിക മാർഗങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും ആവശ്യമാണ്. ബലപ്രയോഗമോ നിർബന്ധമോ ആവശ്യപ്പെടുന്നതിന് പകരം ദൈവത്തോടുള്ള മനസ്സോടെയുള്ള അനുസരണത്തെ ഈ വാക്യം ഉദ്ബോധിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ പ്രയാസമുള്ള ഏതൊരാൾക്കും ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ പ്രേരണ നൽകുന്നതാണ് ഈ വാക്യം. കുതിരയും കഴുതിയും മനുഷ്യൻ തൻ്റെ വരുതിയിൽ എത്തിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ മനുഷ്യനിർമ്മിതമായ മുഖപ്പട്ടയും കടിഞ്ഞാണും ഉപയോഗിക്കുന്നത് പോലെ അന്ധകാരം എന്ന ലോകത്തിൽ ജീവിതം ഉടഞ്ഞു പോകാതെ ശരിയായ ദിശയിൽ എത്തേണ്ടിടത്തെത്തുവാൻ ദൈവവചനപ്രകാരം ജീവിക്കുവാൻ നമ്മെ തന്നെ ഈ നാളുകളിൽ നമുക്കൊരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനപ്രകാരം ജീവിക്കുവാനുള്ള കൃപ ഈ നാളുകളിൽ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.